എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻ വളർത്തൽ തുടങ്ങിയാലോ എന്നുള്ള നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. അതുപോലെ തന്നെ ഞാനും ഒരു മീൻ വളർത്തൽ തുടങ്ങാൻ വേണ്ടി പോകുന്ന കേട്ടോ. എന്ന് പറയുമ്പോൾ കുഞ്ഞു കാലത്ത് ഒരുപാട് വെറൈറ്റി മീനുകൾ വളർത്തിയിരുന്നു. പക്ഷേ കുറച്ച് സാഹചര്യങ്ങൾ കാരണം അതെല്ലാം കൊടുക്കാണ്ട് വന്ന് കുറേ ഡെഡായി പോയി. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു മീൻ വളർത്തൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത് എവിടെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് തുടങ്ങുന്നത്, എല്ലാ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. എല്ലാം നമ്മൾ അഭിപ്രായങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളോട് പോയിട്ട് വരാം. അപ്പോൾ മച്ചാമാരെ, ഈ മീൻ വളർത്തൽ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞു പ്രായം മുതലേ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു ഗപ്പി മീനെങ്കിലും വളർത്തുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും എനിക്കും കുഞ്ഞിലെ ഇഷ്ടമുള്ള മീനുകളായിരുന്നു ഗപ്പി എന്ന് പറയുന്നത് മിക്സഡ് ഗപ്പി. കുഞ്ഞു പ്രായത്തിൽ നമുക്കങ്ങനെ വലിയ വില കൂടിയ മീനുകളോ അങ്ങനെ വലിയ പേരുകളോ നമുക്ക് അറിയത്തില്ല. എല്ലാവർക്കും അറിയാന്നുള്ളത് മിക്സഡ് ഗപ്പി എന്ന് മാത്രം തന്നെ അറിയാം. അപ്പോൾ കുഞ്ഞു പ്രായം മുതലേ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു മിക്സഡ് ഗപ്പി വളർത്തണം എന്നുള്ളതായിരുന്നു ഭയങ്കര ആഗ്രഹം. അങ്ങനെ നമ്മൾ കുറച്ച് മിക്സഡ് ഗപ്പിയൊക്കെ വളർത്തി തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഫൈറ്റർ വളർത്തി തുടങ്ങി. അത് എപ്പോഴാണ് വളർത്തിയെന്നൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞുതരാവേ. അങ്ങനെ നമ്മൾ അതൊക്കെ വളർത്തി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് വന്ന സാഹചര്യങ്ങൾ കാരണം കൊടുക്കാണ്ട് വന്നു. അപ്പോൾ ഞാൻ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ ചേട്ടന്മാരായിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും മീനുകളൊക്കെ വളർത്തും. നമ്മൾ അവിടെ നിന്ന് പിന്നെ 1-2 മീനൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട് അത് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് വലുതായി അങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഗപ്പി ഇപ്പോഴും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫൈറ്റർ എടുത്തതെന്ന് പറയുന്നത് കൊറോണ സമയത്തും അതുപോലെ തന്നെ നമ്മൾ പഴയ വീട് ഉണ്ടായിരുന്നു. പുതിയ വീട് വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഫൈറ്റർ സംഭവം തുടങ്ങിയത്. നമുക്ക് വീട്ടിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഫൈറ്റർ കുഞ്ഞിറങ്ങും വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം. കാരണം ഒരു ഫൈറ്ററിൽ തന്നെ കുഞ്ഞിറങ്ങുമ്പോൾ ഏകദേശം 500 കുഞ്ഞടുപ്പിച്ചെങ്കിലും ഇറങ്ങും. പക്ഷേ അതിൽ എത്ര രക്ഷപ്പെടുമെന്ന് കേട്ടാൽ കുറച്ചൊക്കെ രക്ഷപ്പെടുള്ളൂ. കാരണം ഞാൻ വളർത്തിയിരുന്നപ്പോൾ എനിക്ക് ഏകദേശം 500 കുഞ്ഞിറങ്ങിയാലും കൂടിപ്പോൾ 20-25 കുഞ്ഞുങ്ങൾ കിട്ടും. ബാക്കിയെല്ലാം ചത്തുപോകും. അപ്പോൾ നമ്മൾ വളർത്തുന്നതിൻ്റെ കുറവുകൾ കാരണമാണ്. അപ്പോൾ കുറേയൊക്കെ ചത്തുപോകും. പിന്നെ ഉള്ളത് തന്നെ നമ്മുടെ അറിയാന്നുള്ള ആരെങ്കിലും വന്ന് നമ്മളെടുത്ത് ചുമ്മാ കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈറ്ററെല്ലാം കൊടുത്തു. പിന്നെ നമ്മൾ ഫൈറ്ററും അങ്ങനെ നമ്മൾ നിർത്തേണ്ടതുണ്ട്. അങ്ങനെ നിർത്താണ്ട് വന്നെങ്കിലും നമ്മൾ തളർന്നു കൊടുക്കാൻ തയ്യാറാണോ? നമ്മൾ അങ്ങനെ തളരത്തില്ലല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചു, വീണ്ടും തുടങ്ങിയാൽ എന്താന്ന്. അങ്ങനെയാണ് ഞാൻ വീണ്ടും മീൻ വളർത്തൽ തുടങ്ങിയാലോ എന്നുള്ള തമ്മിലൂടെ നമ്മൾ ഇന്ന് വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നത് കുറച്ച് വെറൈറ്റി ഗപ്പി, അതായത് ഇപ്പോൾ ഡിമാൻഡിലുള്ള ഗപ്പി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മീനും വളർത്തിയാലും എല്ലാ മീനും ഡിമാൻഡുണ്ട്. അത് ഏത് ഗപ്പി ആയിരുന്നാലും. കാരണം നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് വിൽക്കുന്ന ഗപ്പി ആയിരുന്നു നമ്മൾ ബൾക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് കഴിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നല്ല വരുമാനം കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മിക്സഡ് ഗപ്പി വളർത്തി ലാഭം എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ എല്ലാ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അറിയിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കുറച്ച് ഗപ്പി എടുക്കാമെന്നാണ്. ഗപ്പി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടികളായിക്കോട്ടെ വീട്ടിൽ വരുമ്പോൾ ചേട്ടാ ഗപ്പി ഉണ്ടോ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഗപ്പി വെറൈറ്റീസും വേണം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് കൂടിയ ഗപ്പിയും എന്ന് പറയുമ്പോൾ ഒരു 200-250 അതിൻ്റെ അകത്തൊക്കെ ഉള്ള ഗപ്പികളും കൂടെ എടുക്കണമെന്നൊരു പ്ലാനുണ്ട്. പിന്നെ വരുന്നത് ബെറ്റാസ് എന്ന് പറയുമ്പോൾ ഫൈറ്റർ ഫിഷ്. അപ്പോൾ അതും ഒരു 5 വെറൈറ്റിയോ ഒരു 3 വെറൈറ്റിയോ എന്തെങ്കിലും സെറ്റ് ചെയ്യേണ്ട പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 ഐറ്റം ഫിഷാണ് നമ്മളിപ്പം മെയിനായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മച്ചാന്മാരെ വീട്ടിൽ ഒരു 4 ഫിഷ് ടാങ്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഒന്ന് വെച്ചാൽ ഗ്ലാസ് ടാങ്ക് ആണ്. അപ്പോൾ നമ്മൾ അതിലും എന്തെങ്കിലും വെറൈറ്റി സെറ്റ് ചെയ്യണമുണ്ട്. കാരണം ഓക്സിജൻ ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഏത് ഫിഷ് ഉണ്ടെന്ന് എനിക്ക് വലിയ പിടിയില്ല. അപ്പം അങ്ങനെ വളർത്താൻ പറ്റുന്ന ഏതെങ്കിലും, അതായത് ഗ്ലാസ് ടാങ്കിലിട്ട് ഓക്സിജൻ ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഏതെങ്കിലും ഫിഷ് അറിയാമെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇടുക. നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന മീൻ നമ്മൾ മേടിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫിഷ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രിഡ്ജ് ബോക്സ് ആണ് കേട്ടോ. അതായത് ഫ്രിഡ്ജ് ബോക്സിലും ബേസിലിനെ കൂടെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് വെള്ളത്തിൽ അങ്ങോട്ട് ഓടിക്കളിച്ച് പെട്ടെന്ന് വളരാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല ഗ്രോത്തും കിട്ടും. നമ്മൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മെയിനായിട്ട് ഫ്രിഡ്ജ് ബോക്സ്, ബേസിൻ, ഇത് രണ്ടിലുമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മിക്സഡ് ഗപ്പി വളർത്തിരുന്നാലും അതുപോലെ തന്നെ ഏത് ഐറ്റം മീൻ വളർത്തിരുന്നാലും നമുക്ക് എന്തുകൊണ്ടും നല്ല വരുമാനം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിപ്പോൾ 1 മാസം കൊണ്ട് നമുക്ക് കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2 മാസം എടുത്തേക്കാം, 3 മാസം എടുത്തേക്കാം. നമ്മളൊരു ക്ഷമയോടെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും ലാഭം കൊയ്യാവുന്ന മീൻ തന്നെയാണ് ഇപ്പോൾ ഫിഷ് എന്ന് പറയുന്നത്. ഗപ്പി വെറൈറ്റി ആയിക്കോട്ടെ ഏതായിരുന്നാലും എന്ന് പറയുമ്പോൾ വളർത്തി ശീലമുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ വെച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ പറയുന്നത്. എന്തുകൊണ്ടും ഇപ്പോൾ മിക്സഡ് ഗപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ് കാണാൻ പറ്റത്തില്ല. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫിഷസിനെ എടുത്ത് വെച്ച് നമുക്ക് ഗപ്പി വെറൈറ്റീസ് ആയിക്കോട്ടെ നമ്മൾ അതിനെടുത്ത് നമുക്ക് മിക്സഡ് ആക്കിയാൽ എന്നാലും നല്ല കളറുള്ള നല്ല ക്വാളിറ്റി ഫിഷസ് ഇറങ്ങും. നമുക്കത് എങ്ങനെ പോയാലും
കുറഞ്ഞ റേറ്റിട്ട് കിട്ടിയാൽ നമുക്ക് ബൾക്കായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ലാഭമാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ വരും ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ വെച്ചാൽ അപ്പോൾ നമ്മൾ ഫിഷ് സെറ്റ് ചെയ്യുന്നത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാനുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ടായിട്ട് എടുക്കുന്നതാണ്. കാരണം ഇങ്ങനെ വെച്ച് എടുക്കുന്നത് കാരണം ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം ഷോർട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഷോർട്ട് വീഡിയോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോ ദിവസത്തെ നമ്മൾ ചെയ്യുന്ന വർക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗപ്പി വെറൈറ്റീസ് ആണ്. അതിനോടൊപ്പം തന്നെ ബെറ്റാസാണ് എടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചെയ്യാനുള്ള കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് നമ്മൾ ഫാമായിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഫാം എന്ന് പറയുമ്പോൾ ബെറ്റാസ് എല്ലാം കൂടെ വരുമല്ലോ ഒരു ഫാം എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന സ്ഥലം, ഇതിൻ്റെയൊക്കെ നമ്മളൊരു അപ്ഡേറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ നമ്മൾ വരാം, ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളായിട്ട്. അപ്പോൾ ഈ സ്ഥലം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ബോക്സ് എടുക്കുക, ബേസിൻ എടുക്കുക, അതിന് വേണ്ടിയുള്ള ബാക്കി സാധനങ്ങൾ എടുക്കുക, ലൈറ്റ് വർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്ത് എന്ന് വെച്ചാൽ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്ത് ഒരു ഡോറൊക്കെ ഇട്ട് ഫുള്ള് എന്ന് വെച്ചാൽ ഫുള്ള് പ്രൈവസി ആയിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനെയെല്ലാം ചെയ്ത് എന്നിട്ട് മാത്രമേ നമ്മൾ ഗപ്പി വെറൈറ്റി ആയിക്കോട്ടെ, ബെറ്റാസ് ആയിക്കോട്ടെ, ഏത് തരം മീനായിരുന്നാലും കിളികളായിരുന്നാലും എന്തായാലും നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ഫുള്ളൊന്ന് കവർ ചെയ്യുക. എല്ലാ പണിയുണ്ട്. ഈ ഷീറ്റെല്ലാം എംസിയിൽ വെച്ച് ഒട്ടിക്കണം. എല്ലാ പണി കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ പെയിന്റ് അടിക്കണം. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മളെ ഇഷ്ടം പോലെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഫിഷ് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം പണി ചെയ്യാറുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം പണി ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടി നമുക്ക് ഫുള്ള് ലെവൽ ചെയ്യുക, ഫുള്ള് പണി ഇതിൻ്റെ അകത്ത് ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം നമുക്ക് ബേസിൻ എടുക്കാൻ വേണ്ടി, ഫ്രിഡ്ജ് ബോക്സ് എടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കിട്ടുന്ന ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ കളക്ട് ചെയ്യും കേട്ടോ. കാരണം ഫ്രിഡ്ജ് ബോക്സ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഫ്രിഡ്ജ് ബോക്സെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ എല്ലാം നമ്മൾ എംസിയിലോട്ട് കൊട്ടിച്ച് ഫുള്ള് പണി ചെയ്താൽ മാത്രമല്ല നമുക്ക് അകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതുമെല്ലാം ഓരോ അറിവും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. മോശം നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളൊരു മീൻ വളർത്തൽ തുടങ്ങാൻ പോകുന്നത് അതാണ് നിങ്ങളുടെ അടുത്ത് നമ്മൾ അറിയിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയുള്ള ലോങ് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മീൻ വളർത്തുന്നതായിക്കോട്ടെ, മീൻ വാങ്ങിക്കുന്നതായിക്കോട്ടെ, അതിനുവേണ്ടി നമ്മൾ ഫാം സെറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അതൊക്കെ ആയിരിക്കും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിച്ചാൽ മാത്രം മതി. എന്തെങ്കിലും നമ്മുടെ ഫാമിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഏത് ഫിഷ് നമ്മൾ എടുത്താൽ കൊള്ളാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. എല്ലാത്തിനും നമ്മൾ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ, നല്ലൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും തരാം.